ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളോട് CPM-നും ആ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിനുമുള്ള പ്രേമം പുതിയ കാര്യമല്ല. ഏറ്റവും ഒടുവിൽ അത് പ്രകടമാക്കിയ ചില സംഭവങ്ങളാണ് അടുത്തിടെ കേരള ജനത കണ്ടത്. കേസിലെ ഒന്നാം പ്രതി TK രജീഷിന് പരോൾ അനുവദിച്ചു. രണ്ടാം പ്രതി കൊടിസുനി ഉൾപ്പെടെ 3 പേർക്ക് പോലീസ് സുരക്ഷയിൽ മദ്യപാനത്തിന് അവസരം ലഭിക്കുന്നു. കൂടാതെ അമ്മയുടെ അസുഖം ചൂണ്ടിക്കാട്ടി പരോളിനിറങ്ങിയ കൊടിസുനി പരോൾ വ്യവസ്ഥകളെല്ലാം ലംഘിച്ച് കേരളം വിട്ട് കറങ്ങി നടന്നു. സാധാരണ പെറ്റിക്കേസ് പ്രതികൾക്ക് പോലും ലഭിക്കാത്ത സ്വാതന്ത്ര്യവും ഇളവുകളുമാണ് കേരളം ഞെട്ടിത്തെറിച്ച ഒരു കൊലക്കേസിലെ കൊടും ക്രിമിനലുകളായ പ്രതികൾക്ക് യഥേഷ്ടം ലഭിക്കുന്നത്. തുടർച്ചയായി ഈ പ്രതികൾക്ക് ജയിലിലും പുറത്തും സർവ്വ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്തുകൊണ്ടാകും? കൊഞ്ചിയത്തെ CPM-ന്റെ തീപ്പൊരി നേതാവായിരുന്ന, പിന്നീട് പാർട്ടിയോട് പിണങ്ങിപ്പിരിഞ്ഞ RMP എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച ടി.പി. ചന്ദ്രശേഖരൻ 2012 മെയ് 4-നാണ് കൊല്ലപ്പെടുന്നത്. അന്നു മുതൽ ഈ കേസിൽ CPM സ്വീകരിക്കുന്ന നിലപാട് മനസാക്ഷിയുള്ള ഏതൊരാളെയും ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രതികളെ ഒളിപ്പിക്കാനും രക്ഷപ്പെടുത്താനുമെല്ലാം CPM നടത്തിയ നീക്കങ്ങൾ കേരളം കണ്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്വീകരിച്ച കർക്കശമായ നിലപാടിനെ തുടർന്നാണ് പ്രതികളെ പിടിച്ചത്. CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായി. അവരൊക്കെ പിന്നീട് ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ടും കൊലയിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് CPM ഇന്നും ചെയ്യുന്നത്. ശിക്ഷാ കാലയളവിൽ മരിച്ച പാർട്ടി നേതാക്കളായ PK കുഞ്ഞനന്ദനെയും അശോകനെയും KK കൃഷ്ണനെയും നിരപരാധികളെന്ന് വിശേഷിപ്പിച്ച് രക്തസാക്ഷി പരിവേഷം നൽകി ആദരിക്കുകയാണ് CPM നേതൃത്വം. ഇക്കഴിഞ്ഞ ജൂലൈ 21-നാണ് കേസിലെ രണ്ടാം പ്രതിയായ കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. അമ്മയുടെ അസുഖം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സ്വന്തമാക്കിയ പരോളിൽ സുനി കറങ്ങി നടന്നു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്നും സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുമുള്ള വ്യവസ്ഥകൾ കൊടിസുനി ലംഘിച്ചു. വയനാട് മീനങ്ങാടിയിൽ താമസിക്കുന്നെന്ന് പോലീസിനെ അറിയിച്ച സുനി കേരളത്തിലെ ഉണ്ടായിരുന്നില്ല എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയത്. 10 ദിവസത്തോളം കറങ്ങി നടന്ന സംഭവം വിവാദമായതോടെയാണ് പരോൾ റദ്ദാക്കി ജയിലിൽ അടച്ചത്. പിന്നാലെയാണ് ഈ പ്രതികൾ പോലീസ് സംരക്ഷണയിൽ പുറത്തുവെച്ച് മദ്യപിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. 2010-ലെ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾ കൂടിയാണ് കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ. ഈ കേസിന്റെ വിചാരണയ്ക്ക് ജൂലൈ 17-ന് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരുമ്പോൾ തലശ്ശേരിയിലെ ഹോട്ടലിന് മുന്നിൽ വെച്ചായിരുന്നു പോലീസ് സാന്നിധ്യത്തിൽ പ്രതികളുടെ പരസ്യ മദ്യപാനം. വേറെ ഏത് പ്രതികൾക്ക് കിട്ടും ഇത്തരം പ്രിവിലേജ്? ഈ വിഷയത്തിൽ എസ്കോർട്ട് പോയ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ തലയൂരിയിട്ടുണ്ട്. തലശ്ശേരി MLA കൂടിയായ സ്പീക്കർ AN ഷംസീർ പ്രതികരിച്ചത് മദ്യപാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നാണ്. ജയിലിന് പുറത്താണ് മദ്യപാനം നടന്നതെന്നും അകത്ത് നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഷംസീർ പറയുന്നുണ്ട്. പുറത്തിങ്ങനെയാണേൽ അകത്തെന്താകും പുകിലെന്ന് ഊഹിക്കാവുന്നതേയുള്ളല്ലോ. ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന അവസരങ്ങളിലെല്ലാം ഈ പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരം ഒരുക്കാറുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഉന്നത ഇടപെടലുള്ളതിനാൽ എസ്കോർട്ട് പോകുന്ന പോലീസുകാർക്ക് കാഴ്ചക്കാരായി നിൽക്കുകയേ നിവൃത്തിയുള്ളൂ. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ P. ജയരാജൻ കൊടിസുനിക്കിനി പരോൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പ്രതികരണം അവസാനിപ്പിച്ചു. പ്രതികൾക്കെതിരെ മദ്യപാനത്തിന് കേസെടുക്കാൻ പോലീസും മടിക്കുകയാണ്. സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ തെളിവില്ല, കുടിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാതെ കേസ് നിലനിൽക്കില്ല തുടങ്ങിയ വിചിത്രവാദങ്ങളാണ് തലശ്ശേരി പോലീസ് ഉന്നയിക്കുന്നത്. പോലീസ് സേനയ്ക്കും സർക്കാരിനും നാണക്കേടുണ്ടാക്കിയ സംഭവത്തിലാണ് കേസെടുക്കാതെയുള്ള ഈ കള്ളക്കളി. 1 വർഷം പിറകിലേക്കൊന്നു പോയാൽ ഈ TP കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കം നടന്നത് കാണാം. വൻ വിവാദമായതിന് പിന്നാലെ ആ നീക്കം സർക്കാർ ഉപേക്ഷിച്ചു. കേസിൽ ശിക്ഷിക്കപ്പെട്ട 9 പേർക്ക് 20 വർഷം തടവ് പൂർത്തിയാകും വരെ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയായിരുന്നു നീക്കം. TPയുടെ ഭാര്യ KK രമ MLA-യും പ്രതിപക്ഷവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രിയും സർക്കാരും വെട്ടിലായി. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ അന്ന് നിയമസഭയിലെത്താതെ പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മറുപടി പറയുന്നതിൽ നിന്ന് തടിയൂരി. പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കങ്ങൾ നടത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താണ് സർക്കാർ എന്ന മുഖം രക്ഷിച്ചത്. ഇങ്ങനെ TP കേസ് പ്രതികൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ഒളിഞ്ഞും തെളിഞ്ഞും CPM-ഉം സർക്കാരും ചെയ്തിട്ടുണ്ട്. പ്രതികൾ വായ തുറന്നാൽ പല CPM നേതാക്കളും TP കേസിൽ പ്രതിക്കൂട്ടിലാക്കും എന്നതിനാലാണ് അവർക്ക് വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന പ്രതിപക്ഷാരോപണം ശരിവെക്കുന്നതാണ് ഓരോ സംഭവങ്ങളും.